ജയ് സായിറാം. നമഃശിവായ. നമ്മളിന്ന് മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ തുറക്കുന്നത്. ഈ മൂന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഹേമന്ത് പാന്തിന് നമ്മൾ ഈ സായിബാബ ചരിതം എഴുതാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ള ഒരു കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ് ഈ മൂന്നാമത്തെ സച്ചരിതം. അതായത് സച്ചരിതത്തിന് അനുമതി കൊടുക്കണം. അപ്പോൾ സച്ചരിതം എഴുതാനുള്ള അനുമതി നൽകൊണ്ട് ബാബ പറയാണ്, എൻ്റെ വാക്കുകൾ പൂർണ്ണ വിശ്വാസം ഉറപ്പിക്കുക. ഭഗവാന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം ഉറപ്പിക്കുക. നേരിയ ആശങ്ക പോലും വേണ്ടതില്ല. യാതൊരു ആശങ്കയും വേണ്ടാന്ന് ഭഗവാന്റെ ഉറപ്പിക്കാനായിട്ട്, വിശ്വാസം ഉറപ്പിക്കാനായിട്ട്. തെല്ലും ഭയക്കാതെ നിന്റെ ജോലി ആരംഭിക്കുക. ഹേമന്ത് പാന്തിനോട് പറയാണ്, നിന്റെ ജോലി ആരംഭിക്കുക. എന്താ നിന്റെ ജോലി? എഴുതുക, സച്ചരിതം എഴുതുക. എൻ്റെ ലീലകൾ എഴുതപ്പെട്ടാൽ അജ്ഞാനം കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം അറിയും. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാ പാപങ്ങളും ലീലകൾ എഴുതി കഴിഞ്ഞാൽ മാറുന്നർത്ഥം. എൻ്റെ കഥകൾ ഭക്തിയോടെ കേൾക്കുന്നവരുടെ ലൗകികമായ ദുരിത ദുഃഖങ്ങൾ അകലും. നമ്മളൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഭഗവാന്റെ ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറുന്നു ഭഗവാൻ പറയാം. അത് കഴിഞ്ഞോ, ആ കഥകൾ കേട്ട് കേട്ട് അവരുടെ മനസ്സിൽ പ്രേമഭക്തിയുടെ തിരമാലകൾ അലയടിച്ചുയരും. നമുക്ക് സറണ്ടർ മൈൻഡ് വേണം. അതാണ് പ്രേമഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലുദ്ദേശിക്കുന്ന പ്രേമഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭഗവാനിലേക്ക് നമ്മൾ ചേരുക, സറണ്ടർ ആവുക, നമ്മുടെ എല്ലാം ഭഗവാനിൽ സറണ്ടർ ആക്കുക. അതാണ് പ്രേമഭക്തി. അത് ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാവും. ആ സാഗരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന ലഗ്നങ്ങൾ ഒരുവിന് ലഭിക്കുന്നു. നമ്മളിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സാഗരമാകുന്ന, ജീവിക്കുന്നത് ഒരു സംസാര സാഗരത്തിലാണ്. അതിൽ നിന്നും ജ്ഞാനമാകുന്ന രത്നങ്ങൾ, അറിവ് നമുക്ക് ഉണ്ടാവുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഹേമന്ത് പാന്ത് വളരെ സന്തോഷമായിരിക്കണം ഭഗവാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്യാമയോടായിട്ട് പറയാണ്, ശ്യാമ, എൻ്റെ നാമം ഭക്തിയോടെ ഉരുവിടുന്നവൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റും. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വാസമില്ലാത്തതാണല്ലോ പ്രധാന കാര്യം. നമ്മൾ വിശ്വാസത്തോടെ, ഭക്തിയോടെ, പ്രേമത്തോടെ, സറണ്ടർ മൈൻഡിലൂടെ നമ്മൾ ഭഗവാന്റെ ലീലകളൊക്കെ പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ടും നിറവേറുന്നതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അവനവരിൽ വിശ്വാസം വർദ്ധിക്കും. നമ്മളിതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവും ഏതൊരു കാര്യം. എൻ്റെ ലീലകളെ പ്രേമപൂർവം പാടുന്നവനെ, വർണ്ണിക്കുന്നവനെ ഞാൻ സദാ രക്ഷിക്കും. ഭഗവാന്റെ ലീലകളെ പ്രേമപൂർവം, വെറുതെ പറയല്ല, പ്രേമപൂർവം നമ്മൾ പാടുകയോ വർണ്ണിക്കുകയോ ഞാൻ ചെയ്യണ പോലെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയവും ഇല്ല, ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നാണ് ഭഗവാൻ തന്നെ പറയുകയാണത്. അവൻ്റെ മുന്നിലും പിന്നിലും ഭഗവാൻ സംരക്ഷണം ഉറപ്പു തരികയാണ്. ഭഗവാന്റെ ലീലകൾ പാടുകയും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു സംശയമില്ല, ഭഗവാൻ നമ്മളുടെ സമസ്ത മേഖലകളിലും സംരക്ഷണം തരുമെന്ന് പറയാം. എൻ്റെ ഭക്തന്മാർ ഈ കഥകൾ കേട്ട് സംപ്രീതരാ. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം എന്ന് പറയാം. എന്നെ സദാ ധ്യാനിക്കുന്നവന്, എൻ്റെ ലീലകൾ പാടുന്നവന് ഞാൻ മുക്തി വാഗ്ദാനം ചെയ്തു. ഭഗവാൻ ഒരു വാഗ്ദാനം തരികയാണ്. എന്താണ് മുക്തി? ഭഗവാന്റെ ലീലകൾ പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മുക്തി ഉണ്ടാവുമെന്നാണ് ഭഗവാൻ പറയണത്. ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഭഗവാനല്ലാതെ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ സർവ്വതും അർപ്പിച്ച് പ്രേമത്തോടെ, ഭക്തിയോടെ നമ്മൾ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. എത്രയോ ആൾക്കാർ ഇന്ന്
ഭാരതത്തിൽ ഏറ്റവും അധികം ഭക്തജനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ജാതി മതം ഒന്നും നോക്കാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് ഷിർഡി. എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇന്നും അവിടെ ആ ആത്മചൈതന്യം എല്ലാ പ്രഭാവത്തോടും കൂടി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം അവിടെ പോകുന്നവർക്കൊക്കെ കിട്ടും, യാതൊരു സംശയവുമില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സായി ലീലാചരിതമുള്ള ഹൃദയങ്ങളിൽ വിഷയാഭിലാഷം ഉദിക്കില്ല. എൻ്റെ കഥകൾ ആദരവോടെ ശ്രവിക്കൂ, മനനം ചെയ്യൂ, ധ്യാനിക്കൂ. അപ്പോൾ അളവറ്റ ആനന്ദം അനുഭവിക്കാം. ഭഗവാന്റെ ലീലകൾ മനനം ചെയ്യും, ശ്രവിക്കുകയും ഭഗവാനെ ധ്യാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആനന്ദം ഉണ്ടാകുന്നത് മാത്രമല്ല, സമസ്ത രോഗങ്ങളും എൻ്റെ കഥകൾ കേട്ടാൽ അകലും. ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ സമസ്ത രോഗങ്ങളും അകലുമെന്നാണ് ഭഗവാൻ പറയുന്നത്. മരണത്തിൽ നിന്ന് പോലും അത് രക്ഷയും. സായി സായി എന്ന നാമജപം തന്നെ കലിയുഗ പാപങ്ങളെ ഹനിക്കും. നമ്മളിപ്പോൾ കലിയുഗത്തിലാണ്. നമ്മൾ സായി ഭഗവാനെ എത്ര കണ്ട് മനസ്സിൽ വിചാരിക്കുന്നുവോ, എത്ര കണ്ട് ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ പാടുന്നുവോ, അത്ര കണ്ട് നമ്മളുടെ പാപങ്ങൾ നശിക്കും. എൻ്റെ മുന്നിലെ ഒരൊറ്റ നമസ്കാരത്തിന് പൂർവകാല പാപങ്ങളെ ദഹിപ്പിക്കാനാകും. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ പൂർവകാലത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നശിക്കുന്നതോടുകൂടിയാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ തന്നെ അതിരറ്റ അനുഗ്രഹം ചൊരിയുന്നതിനായി ഭഗവാൻ ഭക്തരെ പലതരം ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. ചിലരെ തീർത്ഥാടനത്തിനായിട്ട്, ചിലരെ കീർത്തനങ്ങൾ പാടാനായിട്ട് ചുമതലപ്പെടുത്തി, ചിലർക്ക് ദേവാലയങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ആയിരിക്കണം നമുക്ക് ഈ ആശ്രമം നിർമ്മിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. ഭഗവാൻ അനുഗ്രഹം കിട്ടാണ്ടതൊന്നും നടക്കില്ലല്ലോ. പക്ഷേ ഹേമന്ത് പാന്തിന് കൊടുത്ത പണി അതൊന്നുമല്ല. ഭഗവാന്റെ സച്ചരിതം എഴുതുക എന്നുള്ള ജോലിയാണ് ഭഗവാൻ കൊടുത്തത്. ബാക്കിയുള്ളവർക്കൊക്കെ മറ്റു പല പണികളും കൊടുത്തു. പക്ഷേ ഹേമന്ത് പാന്തിന് കൊടുത്തത് ഭഗവാന്റെ ലീലകൾ, കഥകൾ എഴുതി പ്രസിദ്ധീകരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഹേമന്ത് പാന്തിന് കൊടുത്തത്. എല്ലാവരിലും ഏറ്റവും എളിയവനും ദീനനുമാണ് ഞാൻ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരിൽ ഏറ്റവും പ്രായം കുറയെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് ഹേമന്ത് പാന്ത് അതിനെക്കുറിച്ച് പറയുന്നത്. പരമദയാലുവായ സായി എന്നെ എന്തിനെ ഈ മഹാകാര്യം ഏൽപ്പിച്ചു? ഭഗവാൻ എന്താണ്? ഇതിപ്പോൾ സാധാരണ ഭജനപാഠം നമുക്ക് പറ്റും, അല്ലെങ്കിൽ തീർത്ഥാടനം നടത്താൻ പറ്റും, ക്ഷേത്രങ്ങളാശ്രമം നിർമ്മിക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സർവ്വതും അടങ്ങിയിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആ ഒരു മഹാകർത്തവ്യമാണ് ഭഗവാൻ ഹേമന്ത് പാന്തിനെ ഏൽപ്പിച്ചത്. ഹേമന്ത് പാന്ത് അത് ഭക്തിയോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഹേമന്ത് പാന്ത് സ്ഥിരം അവിടെ പോകുന്ന കൂട്ടത്തിൽ പോവാണ്. അത് 1916 അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം റിട്ടയർമെൻ്റ് ആവുകയാണ്. ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്ന് ഹേമന്ത് പാന്ത് റിട്ടയർ ആവുകയാണ്. അപ്പോൾ പെൻഷൻ കൊണ്ട് എങ്ങനെയാണ് കുടുംബം നോക്കുക? അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുപൂർണിമയ്ക്ക് അദ്ദേഹം ഷിർഡിയിലെത്തുകയാണ്. അവിടെ അന്നാജിൻ ചാനിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തൻ അവിടെയുണ്ട്. അദ്ദേഹം ഹേമന്ത് പാന്തിൻ്റെ കൂട്ടുകാരനും കൂടിയാണ്. അപ്പോൾ ഇവർ ഈ പെൻഷൻ പറ്റിയ വിവരങ്ങളും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചുള്ളതൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്നാജിൻ ചിനാക്കർ ബാബയോട് പറയാണ്, ഭഗവാന് അവൻ പെൻഷൻ പറ്റി, ഇനി അവന് പെൻഷൻ കൊണ്ട് അവന് ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ചെറിയ പെൻഷൻ ഉണ്ടാവുള്ളൂ. ഒരു വലിയ കുടുംബമാണ്. എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണേ എന്ന് പറയാണ്.
കാരണം അയാളുടെ മാനസികമായിട്ടുള്ള വിഷമം, സങ്കടമൊക്കെ ഉണ്ട്. ഇത് കേട്ട് ഭഗവാൻ മൃദുവായിട്ട് ഗംഭീരഭാവത്തിൽ പറയുക. അങ്ങനെ അന്നാജിൻ ഷാനിക്കർ ഹേമന്ത് പാന്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു അവന് മറ്റൊരു ജോലി കിട്ടും. ഇപ്പോഴവൻ എന്നെ സേവിക്കട്ടെ, ഭഗവാനെ സേവിക്കട്ടെ എന്നാണ് ഭഗവാൻ ആ സമയത്ത് പറഞ്ഞു. അവന് അതിലൂടെ ആനന്ദം ലഭിക്കും, അവന് ആഹാരവും എന്നും കിട്ടും, അതൊരിക്കലും ഒഴിയില്ല. അവൻ എന്നിൽ പൂർണ്ണമായും ശരണാഗതി അടഞ്ഞാൽ, എൻ്റെ തണലിൽ അവൻ അഭയം തേടിയാൽ ഉറപ്പ് അവൻ്റെ ദുരിതങ്ങളോടും. ഭഗവാൻ പറയുന്നത് വേറൊന്നുമില്ല, ഭഗവാനിൽ നമ്മൾ സറണ്ടർ ആയിക്കഴിഞ്ഞാൽ, ശരണാഗതി അടയുക എന്ന് പറയുന്നത് സറണ്ടർ എന്ന് പറയുന്നത്. നമ്മളങ്ങോട്ട് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞാൽ അവന് സർവ്വസുഖങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാണ് ഭഗവാൻ പറയുന്നത്. കൂടെ പറയാണ്, അധർമ്മികളെ ഒഴിവാക്കുക, ദുർജനങ്ങളിൽ നിന്നും അകന്നു മാറുക, അവരുടെ നിഴൽ പോലും തുടരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആചാരവിശ്വാസങ്ങളെ, മതങ്ങളെ ദ്വേഷിക്കുന്നവരോടും സംസർഗമരുത്. ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മതങ്ങളില്ല എന്ന് പറയുന്ന ആൾക്കാർ, അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ, അവരൊക്കെ ആയിട്ട് ഒരു സംസർഗം നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഏറ്റവും എളിയവനായി ഈച്ചയെ പോലും നിഷേധിക്കാതെ പെരുമാറുക എന്ന് പറയണം. നമുക്ക് എന്താ പറയുക, ഈച്ച നമ്മൾ ഈച്ചേനെ കൊല്ലും ഇല്ല, ഈച്ച വന്നാൽ നമ്മൾ അങ്ങനെ കൈ കൊണ്ട് ആട്ടും. അതിനെപ്പോലും നമ്മൾ ചെയ്യരുതെന്നാണ് ഭഗവാൻ പറയണത്. ഇവൻ ഇനി മുതൽ ഭക്തിയോടെ എന്നെ സേവിക്കട്ടെ, അവൻ ദിവ്യാനന്ദം അനുഭവിക്കും. ദിവ്യാനന്ദം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആനന്ദത്തിൻ്റെ പരമവൈഭവമാണ് ദിവ്യാനന്ദം. അങ്ങനെ ഭഗവാനെ ഹേമന്ത് പാന്ത് സേവിക്കട്ടെ, അദ്ദേഹത്തിന് ദിവ്യാനന്ദം ഉണ്ടാവുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഭഗവാൻ ദിവ്യാനന്ദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ചിന്തിക്കുകയാണ് ആര്? ഹേമന്ത് പാന്ത്. നദി സാഗരത്തിൽ ലയിക്കുന്നതിലൂടെ നദി ഇല്ലാതാകും. നദി എന്ന് നമ്മൾ പറയും ഇല്ലേ, അത് സാഗരത്തിൽ ലയിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ നദി ഉണ്ടോ? നദിയില്ല. എണ്ണത്തിരി ജ്വാലയെ സ്പർശിക്കുന്നതോടെ അതും പ്രകാശം പൊഴിക്കും. എണ്ണത്തിരി വെറുതെ വെച്ചാൽ പ്രകാശം ഉണ്ടാവും, പക്ഷെ ജ്വാല അതിൽ തൊടുന്നതോട് കൂടിയിട്ട് അവിടെ ഇരുട്ടില്ലാതായി അവിടെ വെളിച്ചം നൽകുന്നു. അതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഗുരുവിനെ സേവിക്കുകയും ഗുരുസേവ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ശിഷ്യൻ ആ ഗുരുവിൻ്റെ വെളിച്ചത്തെ ഉൾക്കൊണ്ട് പ്രകാശിക്കുന്നതാണ് പറയുന്നത്. ഏകാഗ്രമായി വണ്ടിനെ ധ്യാനിച്ച പുഴു വണ്ടായി മാറും, നമുക്ക് മനസ്സിലാവും രൂപ. അപ്പോൾ അതുപോലെ തന്നെ ഗുരുതൃപ്പാദങ്ങളെ വ്യാകുലതയോടെ സ്മരിക്കുന്ന ശിഷ്യൻ ഗുരുവിനെ പോലെയാകും. ഗുരുവിനെ സേവിക്കുകയും അതുപോലെ തന്നെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിട്ട് ആ പോലെ എന്ന് പോലും പറയുന്നത് ഗുരുവിന് വേദനാജനകമാണ്. പോലെ എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല. ശിഷ്യൻ ഗുരുവിന് തുല്യനാവുന്നു എന്നർത്ഥം. സേവ ചെയ്യുന്നതിന് ഗുരുവിനെ സേവിക്കുകയും അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളിലും ഗുരുവിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ശിഷ്യൻ ഗുരുവിനെ പോലെയാകും. പോലെ ഇല്ല, അത് ഒരു ഗുരുവായി മാറുന്നു. നമ്മൾ തത്വമസി ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം നീയാണ് എന്നുള്ള ആ സങ്കല്പം. അഹം ബ്രഹ്മാസ്മി, നമ്മൾ തന്നെയാണ് ബ്രഹ്മം, ആ ശക്തി നമ്മളിൽ കുടികൊള്ളുന്നു എന്നുള്ള മഹാതത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭഗവാൻ അങ്ങനെയൊക്കെ പറയുന്നത്. ശിഷ്യനില്ലാതെ ഗുരുവില്ല. ഗുരു എന്ന് പറയണമെങ്കിൽ ശിഷ്യൻ ഉണ്ടാവണം, എന്നാലേ ഗുരു സ്ഥാനം എന്ന് പറഞ്ഞ ആ സ്ഥാനത്തിന് മാന്യതയുള്ളൂ. അതുപോലെ തന്നെ ഗുരു ഇല്ലാതെ ശിഷ്യനുമില്ല. ഒരാൾക്ക് ശിഷ്യൻ എന്ന് പറയുന്ന പദം
അർഹതപ്പെടണമെങ്കിൽ ഗുരു ഉണ്ടാവണം, എന്നാലേ ശിഷ്യനുള്ളൂ. അപ്പോൾ ഗുരുവും ശിഷ്യനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നർത്ഥം. നാണയത്തിൻ്റെ രണ്ട് വശങ്ങളില്ല, അതുപോലെ തന്നെ ഗുരുവും ശിഷ്യനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിലൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ വരികയാണ്. വളരെ തടിച്ച് ഉള്ളൊരു ശരീരപ്രകൃതിയുള്ള ഒരു തന്നിഷ്ടക്കാരനായ, കാലിൻ്റെ പാദങ്ങളോളം നീണ്ടു കിടക്കുന്ന കഫ്നി, അതൊരു വസ്ത്രമാണ്, അതാണ് അയാളുടെ വേഷം. അങ്ങനെ ഭഗവാനെക്കുറിച്ച് കേട്ടിട്ട് ഷിർഡിയിലെത്തുകയാണ് അദ്ദേഹം. പ്രഥമ ദർശനത്തിൽ തന്നെ ഇയാൾക്ക് സായിയിൽ ആകൃഷ്ടനായി, സായിലേക്ക് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ ബാബയോടൊപ്പം അദ്ദേഹം താമസവും തുടങ്ങി. പക്ഷെ എന്താ കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇയാൾ മുസ്ലിമാണ്, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഖുറാനിൽ നിന്നും കലിമ ചൊല്ലും. അത് ചൊല്ലുന്നതാണെങ്കിലോ കർണകഠോരമാണെന്നർത്ഥം. കാരണം വളരെ ഉച്ചത്തിലാണത് അലറി വിളിക്കുകയാണ് ഇയാൾ കലിമ. പകൽ മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് സാധാരണ ശ്രദ്ധിച്ച ആൾക്കാർ. ഇവർ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് ഇയാൾ കിടന്നിട്ട് അലറുക, ഈ കലിമ ചൊല്ലുന്നത്. അലറിക്കൊണ്ടാണ് ചൊല്ലുന്നത്. ഇവർക്ക് ആകെ വിഷമായി ജനങ്ങൾക്ക്, ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുക. കാരണം അവിടെയൊക്കെ ഷിർഡിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ വീടിൻ്റെ ഉള്ളിൽ ഏച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരൊന്നുമല്ല പണ്ട് കാലത്തുണ്ടായിരുന്നു. അവർ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പുറത്ത്, വീടിന് പുറത്ത് ഒരു പ്രത്യേക തരം കട്ടിലുണ്ട്. ആ കട്ടിലാണ് അവർ കിടന്നുറങ്ങണത്. അപ്പോൾ വളരെ നിശബ്ദമായിരിക്കും. കാരണം ഗ്രാമപ്രദേശമാണല്ലോ ഒന്ന് ഷിർഡി, വളരെ നിശബ്ദമാണ്. അധികം ജനങ്ങളൊന്നുമില്ല, കുറച്ച് ഗ്രാമവാസികളാണുള്ളത് ഭഗവാന്റെ കൂടെ. അതുകൊണ്ട് ഭഗവാനെ എല്ലാവരും എന്താ പറയുക, ഒരു രക്ഷകനായിട്ട് കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ രോഹിലൻ ഈ കലിമ ഇങ്ങനെ ഉറക്കച്ചില്ല. നമുക്ക് നല്ല സുഖമുള്ള കാര്യമാണല്ലോ, രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇയാളാണെങ്കിൽ ഉറക്കച്ചില്ല. നിശബ്ദമായിട്ടുള്ള ആ ഗ്രാമത്തിൽ ഇയാളുടെ ശബ്ദം കേട്ടിട്ട് ഇവരൊക്കെ ഉറക്കം പോകും. അങ്ങനെ ഇവർ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പരാതി പറയാം. ഏത് രോഹിലൻ ഇങ്ങനെ ചൊല്ലുന്നത് ഞങ്ങളുടെ ഉറക്കം കെടുക്കുന്നു ഭഗവാനെ. ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞിട്ട്, ഭഗവാന്റെ കൂടെയുള്ള ആളാണല്ലോ, അപ്പോൾ ഒന്ന് നിയന്ത്രിക്കാൻ പറയാണ്. ഭഗവാൻ പറഞ്ഞു അത് നടക്കണ കാര്യമില്ല, അയാൾ കലിമ ചൊല്ലിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവർക്കാകെ വിഷമായി. ഭഗവാൻ പറയാണ് അയാൾ ഉറക്കെ ശബ്ദം ഉണ്ടായിക്കോട്ടെ, അല്ലറിക്കോട്ടെ എന്നൊക്കെ ഭഗവാൻ പറയാണ്. ഇവർക്കാകെ വിഷമായി. പക്ഷെ ഒന്നും പറയാനും തോന്നില്ല. ഇപ്പം ഭഗവാന് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്കെന്ത് കാര്യം എന്നുള്ള രീതിയിൽ ഇവർ തിരിച്ചു പോകാൻ പറയുമ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഭഗവാൻ പറയാണ് ഇത് കുറേ കഴിയുമ്പോൾ തൊണ്ട വേദനിച്ച് അയാൾ തന്നെ നിർത്തിക്കോളും എന്ന് ഭഗവാൻ പറയാണ്. ഭഗവാന്റെ ആ ലീലകളൊക്കെയാണ് അതിൽ നമ്മൾ കാണുന്നത്. ഈ രോഹിലിനെ കുറിച്ച് ഭഗവാൻ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും ഭഗവാൻ പറഞ്ഞു അവനെ ഉപദ്രവിക്കേണ്ട, അവനെനിക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷേ അവൻ്റെ ഭാര്യ ഭയങ്കര കലഹക്കാരിയാണ്, അവിടെ ഇവിടെയും വരും, ഞങ്ങളൊക്കെ ഉപദ്രവിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇവനിങ്ങനെ അലർന്നുകൊണ്ട് അവൻ്റെ ഭാര്യ ഭയക്കും, ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇയാൾ കുറേ അലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ ശബ്ദം തനിയെ താഴും, നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് പറയാം. അപ്പോൾ അതോടെ ഗ്രാമവാസികൾ മൗനമായി. ഇനി എന്ത് പറയാനാണ്, ഈശ്വരന് വിഷയമില്ലെങ്കിൽ പിന്നെ അവരെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ രോഹിലിന് അതിയായ പ്രോത്സാഹനമായിട്ട് മാറി ഭഗവാൻ ഈ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അയാളെന്ത് കാട്ടി, അത്യുത്സാഹത്തോടെ തൻ്റെ പതിവ് തുടർന്നു. തൊണ്ട പൊട്ടി ബഹളം വയ്ക്കാൻ തുടങ്ങിയ അയാൾ. ഭഗവാനാണെങ്കിലോ അയാളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഗ്രാമീണരുടെ കാമ്പില്ലാത്ത പരാതിയേക്കാൾ രോഹിലൻ്റെ ഈശ്വരസ്തുതി ബാബ അംഗീകരിക്കുകയായിരുന്നു. ഇവർ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഭഗവാൻ ഇയാൾ ഈ കലിമ ചൊല്ലുന്നത് ഈശ്വരസ്തുതിയായിട്ടാണ്. അതിനെ ഭഗവാൻ അംഗീകരിക്കുകയാണ്. ഈശ്വരസ്തുതി ചൊല്ലുക എന്നുള്ളതാണ് കലിയുഗത്തിൽ നമുക്ക് വേണ്ടത്. അതായിരുന്നു ഭഗവാൻ അംഗീകരിച്ചത്. ഈ രോഹിലിനാണെങ്കിലോ
ഒരു പാവം മനുഷ്യനാണ്, ഒരു സാധു കത്തിച്ച് ഉപജീവനം നടത്താനായിട്ട് എങ്ങനെയൊക്കെയോ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ്. അവിവാഹിതൻ, ഞങ്ങളുടെ കൂടെ അവിവാഹിതൻ എന്നാണെന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഈ അവിവാഹിതനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഭാര്യ ഉണ്ടാവണേ, ആ ഭാര്യ എങ്ങനെയാണ് ഉപദ്രവിക്കണേ, ഇതിനെക്കുറിച്ചൊക്കെ ഈ ഭക്തന്മാർക്ക് ചിന്ത. ബാബ അതൊന്നല്ല, ഭാര്യ എന്ന് നിശ്ചയിച്ചത് ദുർവികാരങ്ങളാണ്, ദുശ്ചിന്തകളും ദുർവികാരങ്ങളുമാണ് ഇരോളിൻ്റെ ഭാര്യ എന്നുള്ള സങ്കല്പത്തിലാണ് ഭഗവാൻ ഇയാൾ വിവാഹിതനാണെന്ന് പറഞ്ഞു. ആ ദുശ്ചിന്തകളും ദുർവികാരങ്ങളുമാണ് ഇയാളെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അത് ഈ ഉറക്കെ കലിമ ചൊല്ലുന്നതോട് കൂടിയിട്ട് ഇല്ലാതെയാവും. അതാണ് ഭഗവാൻ അദ്ദേഹത്തിനോട് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം. അങ്ങനെ ഈ ഭാര്യ ആരാന്നുള്ളതിന് ഭഗവാൻ പറഞ്ഞതിന് ശേഷം അവിടെ മധ്യാഹ്ന ആരതി കഴിഞ്ഞ സമയം ഭക്തന്മാർ ഇങ്ങനെ പോവാൻ തുടങ്ങുക. ആ സമയത്ത് ഭഗവാൻ എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം സദാ ഓർമ്മിക്കുക, നിങ്ങൾ എവിടെയായാലും എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഭഗവാൻ പറയാണ് ഭക്തന്മാരോട്, നിങ്ങൾ എവിടെ എന്ത് ചെയ്താലും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയവാസിയാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് സദാ. ഇക്കാണുന്ന സമസ്ത ജീവജാലങ്ങളിലും ഞാനുണ്ട്. പ്രപഞ്ച സൃഷ്ടിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഭഗവാനുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ജഗജനനിയാണ് ഞാൻ, മാത്രമല്ല അഖിലാണ്ട ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയും സ്തുതിയും സംഹാരകനും ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദത്താത്രേയ സങ്കല്പം, ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ ഭക്തന്മാരോട് അരുളുകയാണ്. എന്നിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നവന് യാതൊരുവിധ ക്ലേശവും ഉണ്ടാവുകയില്ല. ഭഗവാനിൽ നമ്മൾ സറണ്ടർ ആയാൽ ഒരു ക്ലേശങ്ങളും നമുക്ക് ഉണ്ടാവില്ല. എന്നെ മറക്കുന്നവനെ, ഭഗവാനെ നമ്മൾ മറന്നാൽ അവനെ മായ തകർക്കും. മായ എന്ന് പറഞ്ഞാൽ എന്താ? കാണാണ്ടേ അവലാണോ മായ? അല്ല. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവുക, അതാണ് മായ. ആഗ്രഹങ്ങൾ, പിന്നെ നമ്മളുടെ മറ്റെല്ലാം, ക്രോധം, എല്ലാം ക്ഷമയില്ലാണ്ടാവുക, ഇതൊക്കെയാണ് മായ എന്ന് പറഞ്ഞാൽ. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മായ എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടി ഉണ്ടായിട്ടുള്ളത് തന്നെ. മായ രണ്ടും ഉണ്ട്. നമുക്ക് ഇരുട്ടുണ്ടെങ്കിലേ പകലിനെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ, അധർമ്മമുണ്ടെങ്കിലേ ധർമ്മത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു, അസത്യമുണ്ടെങ്കിലേ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ നമുക്ക് മായ എന്ന് പറയുന്ന നമ്മളെ ആഗ്രഹം എന്ന് പറയുന്ന സാധനം നമ്മളെ ഇല്ലാതെയാക്കും. ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ മായ നമ്മളിൽ നിന്ന് അകലും, നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു മോക്ഷം കിട്ടും. ഇതാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. എന്നൊരു ഭഗവാൻ പറയാണ്, സർവചരാചരങ്ങളും ഉറുമ്പ്, കൃമി മുതലായവയും ഞാൻ തന്നെയാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പം മാത്രമല്ല, സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന സങ്കല്പം മാത്രമല്ല, കൃമിയിലും ഉറുമ്പിലുമൊക്കെ ഞാൻ തന്നെയാണുള്ളത്. അതും എൻ്റെ ശരീരമാണ്. ഈ അമൃതവചനങ്ങളൊക്കെ കേട്ടതോടുകൂടിയിട്ട് ഹേമന്ത് പാന്തിൻ്റെ മനസ്സൊക്കെ ആകെ സമാധാനമായി, വളരെ ശാന്തനായി. അഹങ്കാരത്തെ കുറേയൊക്കെ കളയാനായിട്ട് ആൾക്ക് സാധിച്ചു. പക്ഷെ എന്നിരുന്നാലും ഒരു സംശയം, ജോലി കിട്ടുമോ എന്ന് സംശയമൊന്നും ഉണ്ടായില്ല. ഗവൺമെൻറ് ജോലി തന്നെ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അദ്ദേഹത്തിന് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എന്താണ്, ബാക്കിയുള്ള സമയം ഗുരുസേവയിൽ മുഴുകിക്കൊണ്ട് സച്ചരിതം എഴുതാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ബാക്കിയുള്ള കാലം ഭഗവാന്റെ സേവയിൽ മുഴുകുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, വായനക്കാരോട് പറയാണ്, ദുർബലതയും നിദ്രയും ആലസ്യവും വിഷയസുഖങ്ങളും വെടിയൂ. സായിയുടെ അമൃത കഥകളിൽ ശ്രദ്ധയുണ്ട്. കഠിന സാധനങ്ങൾ കൊണ്ട് തളരേണ്ട കാര്യമില്ല. അവിടുത്തെ കഥകൾ കേൾക്കുക എന്ന ലളിതമായ
സാധന മാത്രം ചെയ്യാൻ. എന്നാലോ അജ്ഞാനം നശിക്കും, മോഹമകലും, ശാന്തി കൈവരും. ഇതാണ് ഈ 3-ാം അധ്യായത്തിൽ ഈ സച്ചരിതം എഴുതാനായിട്ടുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഭഗവാന്റെ ലീലകഥകൾ സമാപിക്കുന്നു. ഓം ജയ് സായിറാം. നമഃ ശിവായ.